അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ലോകത്തിന്റെ നായകൻ ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ അത്താണി. ആ ഹബീബിന്റെ മഹത്വങ്ങൾ വാക്കുകൾക്കും വരകൾക്കും വർണ്ണനകൾക്കും അപ്പുറത്താണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അതെ, സർവ്വ വസ്തുക്കളെക്കാളും നാം അല്ലാഹുവിനെയും അവൻ്റെ ഹബീബിനെയും സ്നേഹിച്ചേ തീരും. ആ വസന്തമലരിൻ്റെ പവിത്ര ജീവിതത്തിലെ ഒരു ചെപ്പ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കട്ടെ, നാഥൻ തുണക്കട്ടെ. തെറ്റുകൾ മാറ്റാൻ തൗഫീഖ് നാഥനിൽ നൽകിടാനായി അരുളുന്നു. കത്തിയാളുന്ന മക്ക മരുഭൂമി വെയിൽ അതിന്റെ പരക്കോടിൽ എത്തി നിൽക്കുന്നു. പുതിയ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളിൽ അന്തരീക്ഷം അസ്വസ്ഥമാണ്. അതിന്റെ അലയോലികൾ ഗ്രാമാന്തരങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. ദാറുൽ അർക്കമിലേക്കുള്ള പാതയിലൂടെ ആരാണ് പോകുന്നത്? മരുഭൂമിയിലൊരു വഴിയോരത്ത് ദാറുൽ അർക്കമിലേക്കുള്ള യാത്രയിലാണ്. അപ്പോഴാണ് വഴിയുടെ ചാരത്ത് പാവം ഉമ്മാമയെ കണ്ടത്. കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി ഇത് കണ്ട് നടത്തം നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഉമ്മാമ, വെയിലിന്റെ കൊടുമയിൽ തളർന്നല്ലോ, വിളംബരം കൊടുക്കാനില്ലല്ലോ, വനത്തിൽ വരവല്ലോ, വല്ലാത്ത അവശതയാണല്ലോ. അതെ, ചുട്ടുപൊള്ളുന്ന മരുവയലിൽ വനത്തിൽ നിന്ന് ശേഖരിച്ച് ഭാരിച്ച വിറക് കെട്ടുമായി പാവം മാമ തളർന്നിരിക്കുകയാണ്. അവർ ആ യുവാവിനെ നോക്കി. എന്തൊരു തേജസ്സാണ് മുഖം! ഉമ്മാമ ആ യുവാവിനെ കൈകൊട്ടി വിളിച്ചു, മോനെ. തിരുനബിയെ അരയിൽ വിളിച്ച് തന്നുടെ സങ്കടങ്ങൾ അറിയിച്ച് വിട്ടൊന്ന് ശിരസിൽ വെച്ച് പറയുന്നു, മോനെ, ഈ വിറക് കെട്ട് എടുക്കാൻ ഒന്ന് സഹായിക്കാമോ? എനിക്ക് ആരുമില്ല സഹായത്തിന്. കാരുണ്യത്തിന്റെ പ്രവാചകർ ഇത് കേട്ട് എന്ത് ചെയ്തു? ഉമ്മാമാന്റെ വേദന കാണുന്നു, വിറകും കെട്ടും നബിയേൽക്കുന്നു, ഉമ്മാമാന്റെ ഭവനവും തൂകുന്നു, ഉമ്മാമകാനന്ദമേറുന്നു. അങ്ങനെ ഭാരിച്ച വിറക് കെട്ട് ആ ഷറഫാക്കപ്പെട്ട് ശിരസിലേറ്റ് ഉമ്മാമയെ കൂട്ടി നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുക്കാറ്റ് പാറുന്ന മക്ക മരുഭൂമിയിലൂടെ അതാ അങ്ങ് ദൂരെ കാണുന്ന കൊച്ചുകുടിൽ ലക്ഷ്യമാക്കി നടന്നു. അതെ, മരുമണ്ടൽ തരികൾ തിരുപാദ സ്പർശത്താൽ ആനന്ദം കൊള്ളുകയാണ്. ആരോരുമില്ലാത്ത തന്നെ സഹായിച്ച ആ യുവാവിനെ കൈ അടുത്ത് വിളിച്ച ഒരു ഉമ്മാമ ഒരു സ്വകാര്യം പറഞ്ഞു. നബിയോർക്കും അതിരത്ത സന്തോഷം നടന്നു.
പുഞ്ചിരിക്ക് അവിടുന്ന് പറഞ്ഞു. ഉമ്മാമാന്റെ ഉപദേശം കേട്ട് പുഞ്ചിരിയോടെ നബിയൊരു വിട്ട് ആണെന്നറിയിച്ച് വിശ്വസിച്ച്. അത് കേട്ട് ഉമ്മാമ ആകെ അമ്പരന്നു. ഇത്ര നല്ല ഒരാളെ പറ്റിയാണോ അങ്ങനെയൊക്കെ പറയുന്നത്? മോൻ ഈ പാവം ഉമ്മാമയോട് തുറക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ മനോഹാരിത മനസ്സിലാക്കിയ ഉമ്മാമ കലിമ ഷഹാദ ചൊല്ലി സത്യബാധയിലേക്ക് വന്നു. സ്നേഹത്തിന്റെയും നന്മയുടെയും വഴിയായ ഇസ്ലാമിനെ താറടിച്ചു കാണിക്കാൻ ചില ദുഷ്ടശക്തികൾ പരിശ്രമിക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് തിരുമാതിരിയിൽ അഭയം കണ്ടെത്താം. സ്വലാത്തിന്റെ ധ്വനികൾ ഉരുവിടുന്ന ഹൃദയവുമായി നമുക്ക് ആ ഹബീബിലേക്ക് മടങ്ങാം. മുത്തുനബി ഇടം തനി പെരിയോനെ